ഹലോ, വെൽക്കം ബാക്ക് ടു യാത്രാസ് കിച്ചൺ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇന്നുണ്ടല്ലോ നമ്മൾ പനീറാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. എന്നും പനീർ നമ്മൾ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലൊക്കെയാണ് ഉണ്ടാക്കാറ്, ശരിയല്ലേ? അതായത് അപ്പം നമ്മുടെ നാട്ടിൽ വരുമ്പോൾ എങ്ങനെ ഉണ്ടാക്കണം? നമ്മുടേതായ രീതിയിൽ കേരള തനിമയോടുകൂടി ഉണ്ടാക്കണം, അല്ലേ? അപ്പം നമുക്കൊന്ന് നോക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് വീട്ടിലുണ്ടാക്കിയ പനീറൊന്നുമല്ല, കടയിൽ നിന്ന് പോയി വാങ്ങിച്ചുകൊണ്ട് വന്ന പനീറാണ് കേട്ടോ. എന്നാൽ പിന്നീടല്ലോ അതിനെ നമുക്കൊന്ന് കഴുകി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് എന്താ പറയുക, തോരനൊക്കെ നമ്മൾ അരിയില്ലേ എന്ന് പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ ഞാനൊന്ന് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാ വേണമെന്നുണ്ടെങ്കിൽ അത് കൈകൊണ്ട് പിച്ചി പിച്ചി ഇടാവുന്ന കാര്യമൊക്കെ ഉള്ളൂന്നേ. അപ്പോൾ ചുമ്മാ ഒരു സ്റ്റൈലിന് വേണ്ടിയിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മുഴുവനായിട്ട് എടുത്തിട്ടില്ല, കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് വേറെ ഇത്തിരി പരിപാടികളുണ്ട്, അതുകൊണ്ട് മുഴുവൻ ഉണ്ടാക്കേണ്ട കാര്യമില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അത്രയും ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത്തിരി തേങ്ങ, ഉള്ളിയുണ്ട്, മുളകുണ്ട്, മല്ലിപ്പൊടിയുണ്ട്, മഞ്ഞപ്പൊടിയുണ്ട്, ഇത്രയും ആൾക്കാരെ എടുത്തിട്ടുണ്ട്. തേങ്ങ ചിരകി വന്നപ്പോഴത്തേക്കും അത് പകുതി നടന്നു പോയി, ചൂട് കാരണമാണെന്ന് തോന്നുന്നു കേട്ടോ. അത് എന്താ പറയുക, നമ്മൾ ഒരുപാട് തേങ്ങ അങ്ങനെ ഉപയോഗിക്കാറില്ല, അപ്പോൾ സൂക്ഷിച്ച് വെച്ചിരുന്നു, അത് കുറച്ചങ്ങ് കടന്നുപോയി. എന്നാൽ പിന്നെ ചതച്ചതിനെയും പെറുക്കിനെയും എല്ലാത്തിനെയും കൂടെ കൂട്ടിയിട്ടൊന്ന് അരച്ച് പെറുക്കി ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതാ അപ്പോൾ കടായി അടുപ്പത്തോട്ട് വെച്ച് ഇത്തിരി നല്ല വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. കടുക് ഇട്ട് കൊടുത്തപ്പോഴത്തേക്കും കടുക് പാത്രം മറിഞ്ഞു വീണ അവസ്ഥയായി. കടുകിനെ വാരാൻ പറ്റിയാലാത്ത അവസ്ഥയായതുകൊണ്ട് വേഗം ഇത്തിരി കറിവേപ്പില ഇട്ട് കൊടുത്ത്, വേണമെങ്കിൽ 2 ചുമന്ന മുളക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഇട്ട് കൊടുത്തിട്ടില്ല. അരച്ച് വെച്ചിരുന്ന തേങ്ങയും കൂടി ഇട്ട് കൊടുത്ത് അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ഒന്ന് ഇളക്കി ഒന്ന് ശരിയാക്കി സെറ്റപ്പാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യമേ, നമ്മൾ ആദ്യം എണ്ണ ഒഴിച്ച് കൊടുക്കുമ്പോൾ ഇത്തിരി കൂടുതൽ എണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പനീർ ഇട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത് ബെറ്റർ ആയിരിക്കും, നല്ല ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ ഞാനിവിടെ ചെയ്തിട്ടില്ല, കാരണം എന്തിനാണ് ഒരുപാട് എണ്ണയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതിൻ്റെ ആവശ്യമില്ലെന്നേ. നമുക്ക് ഇത്തിരി രുചി കുറഞ്ഞാൽ നമ്മൾ നമ്മുടെ ആരോഗ്യം നോക്കിയില്ലെങ്കിൽ ശരിയാവുമോ, അതുകൊണ്ടാട്ടോ, വേറൊന്നും വിചാരിക്കല്ലേ. എന്നാൽ പിന്നെ ഇതാ ആ പനീറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എല്ലാവരെയും കൂടെ കൂട്ടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തോളുക. എന്താ പറ്റുന്നതെന്ന് വെച്ചറിയോ, അതിൻ്റെ അടിഭാഗം ഇത്തിരി കരിഞ്ഞു പിടിക്കാനൊക്കെ സാധ്യതയുണ്ട് കേട്ടോ. നന്നായിട്ടൊക്കെ എണ്ണ ഒഴിച്ച് കൊടുത്ത കുഴപ്പം കാണുകയില്ലായിരിക്കും. എന്തായാലും ഞാൻ ഇട്ട് കൊടുത്തപ്പോൾ ഇത്തിരി എന്താ പറയുക, കരിഞ്ഞു പിടിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇത്തിരി ഉപ്പും കൂടെ ഒക്കെ ഇട്ട് കൊടുത്ത് അരപ്പെടുത്ത പാത്രത്തിൽ ഒരു ലേശം വെള്ളവും കൂടെ അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് എല്ലാം കൂടെ തട്ടിപ്പൊത്തി ഒരു 2 മിനിറ്റ് നേരം വെച്ചു. 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും കരിയോ എന്നുള്ളൊരു പേടി കാരണം തുറന്ന് നോക്കിയപ്പോൾ അടിയിൽ നന്നായിട്ട് പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടൊന്ന് തുറന്നു, ഒന്നുകൂടെ ഇളക്കി അങ്ങോട്ട് കൊടുത്തു, വീണ്ടും ഒന്ന് അടച്ചു വെച്ചു, പിന്നെയും ഒന്ന് തുറന്നു ഇളക്കി കൊടുത്തു. പിന്നെ അന്നേരത്തേക്ക് നോക്കിയപ്പോൾ നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി, പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ. പനീറായതുകൊണ്ട് തന്നെ അധികം നേരം നമ്മൾ ഇതുപോലെ കുനുകുനാന്ന് കിടക്കുന്ന കാരണം നന്നായിട്ട് വെന്ത് കിട്ടുമല്ലോ. അതുകൊണ്ട് ഇത്തിരി നേരം കൂടെ ഞാനങ്ങ് ഒരു 5 മിനിറ്റ് തുറന്നും കൂടെ അങ്ങ് വെച്ച് ഒന്ന് വേവിച്ചെടുത്തേച്ചു. അപ്പോൾ എന്താ പറയുക, അതിനെ ഒന്ന് പകർത്ത് വേറൊരു പാത്രത്തിലേക്കൊക്കെ ഒരു ശകലമൊക്കെ എടുത്ത് മാറ്റി വെച്ചു, ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രം, വേറെ ഒന്നിനുമല്ല കേട്ടോ. അപ്പോൾ എന്നാന്ന് വെച്ചാൽ അടിപൊളി നല്ല ടേസ്റ്റാണ്. എന്താ പറയുക, നമ്മൾ ഈ കൂണൊക്കെ കറി വെച്ച് കഴിയുമ്പം കിട്ടുന്ന ഒരു ടേസ്റ്റില്ലേ, കൂണ് തോരൻ വെച്ചൊക്കെ കഴിയുമ്പം ആ ഒരു രുചി പോലെ ഏകദേശം കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എൻ്റെ നാവിൻ്റെ ആണോ എന്ന് എനിക്ക് അറിയാമല്ല. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് അഭിപ്രായം പറയുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കണ്ട.